Okay, listen. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലോത്ത്സ് വി വെയർ എന്നുള്ള ഭാഗമാണ് പറഞ്ഞത് അല്ലേ? ദെൻ അത് കഴിഞ്ഞിട്ട് ക്ലോത്ത്സ് അറ്റ് വർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ്. ശ്രീദേവ്, ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് ആ പോർഷൻ ഒന്ന് വായിച്ചു മോനെ. ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ്. We wear clothes according to the prevailing weather condition. During summer, we wear long, light-colored cotton cloths. Such cloths allow air to circulate freely and help the heat of the body to escape. White cotton cloths reflect heat. It also absorbs heat and thus prevent skin irritation. During the rainy season, we use raincoats, umbrella, and boots. They keep us dry when out in the rain. In winter, we wear thick and dark colored cloths made of wool, fur, of leather. These cloths prevent our body heat from escaping. Dark colored cloths absorb heat and keep the body warm. Okay, listen. അപ്പോ നമ്മൾ ക്ലൈമറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ഡ്രസ്സില് നമ്മുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. വി വെയർ ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദ പ്രിവെയിലിംഗ് വെദർ കണ്ടീഷൻ. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രസ്സിലും മാറ്റം വരാറുണ്ട്. ദെൻ ഡ്യൂറിങ് സമ്മറിൽ നല്ല വേനൽക്കാലത്ത്, സമ്മറിൽ എന്താണ്? ഇറ്റ്സ് വെരി ഹോട്ട്, നല്ല ചൂടുള്ള സമയമാണ് അല്ലെ? വി വെയർ ലൂസ് ലൈറ്റ് കളേർഡ് കോട്ടൺ ക്ലോത്ത്സ്. ചൂടുള്ള സമയത്ത് നമ്മൾ നല്ല ലൂസ് ആയിട്ടുള്ള ലൈറ്റ് കളറുള്ള കോട്ടൺ ക്ലോത്ത്സ് ആണ് ധരിക്കേണ്ടത്. So, such clothes allow air to circulate freely and help the heat of the body to escape. എന്താണ്? നല്ല ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മുടെ ശരീരത്തിൽ കൂടി എയർ വരുന്നത് അല്ലേ, നന്നായിട്ട് കാറ്റ് വരുന്നതിനെ സപ്പോർട്ട് ചെയ്യും. ദെൻ നമ്മുടെ ശരീരത്തിലുള്ള ചൂടും അവരെന്ത് ചെയ്യും? കുറച്ച് എയർ സർക്കുലേഷൻ ഉണ്ടാക്കും. ദെൻ നമ്മുടെ ബോഡിയിലുള്ള ചൂടിനെയും അവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ഡ്രസ്സുകൾ? കോട്ടൺ ലൈറ്റ് കളർ ഡ്രസ്സ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ വൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് റിഫ്ലക്ട് ഹീറ്റ്. വെളുത്ത കോട്ടൺ വസ്ത്രങ്ങൾ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയും ഇറ്റ് ഓൾസോ അബ്സോർബ് സ്വെറ്റ് ആൻഡ് ദസ് പ്രിവെന്റ് സ്കിൻ ഇറിറ്റേഷൻ. എന്ത് ചെയ്യും? വേർപ്പിനെ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ സ്കിൻ ഇറിറ്റേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. Then during the rainy season, മഴക്കാലത്ത് നമ്മൾ എങ്ങനെയുള്ള ഡ്രസ്സാണ് വെയർ ചെയ്യാം? We use raincoats, umbrellas and gum boots. They keep us dry when out in the rain. We are going somewhere in the rainy season. We wear raincoat and gum boots. അല്ലേ? മഴക്കോട്ടുകളും ഗം ബൂട്ട്സുകൾ എന്താണ്? നല്ല നീളമുള്ള മുട്ടിന്റെ അത്രയുമുള്ള ഏകദേശം മുട്ടിന്റെ അടുത്ത് വരെയുള്ള ഷൂസ് ഉണ്ട് അല്ലേ? അതിനെയാണ് എന്ത് പറയാ? ഗം ബൂട്ട്സ് എന്ന് പറയാ. ആൻഡ് they keep us dry when out in the rain. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് പുറത്തു പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് പോയാൽ എന്തുണ്ടാവും? നമ്മളെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും അല്ലെ? നമ്മൾ മഴ നനയില്ല. ദെൻ ഇൻ വിന്റർ, നല്ല മഞ്ഞുള്ള സമയത്ത് വി വെയർ തിക്ക് ആൻഡ് ഡാർക്ക് കളേർഡ് ക്ലോത്ത്. നമ്മൾ നല്ല കട്ടിയുള്ള ഡാർക്ക് കളറുള്ള ഡ്രസ്സാണ് വെയർ ചെയ്യുക. These clothes prevent our body heat from escaping. Dark colored clothes absorb heat and keep the body warm. എന്താണ്? നല്ല കട്ടിയുള്ള ഡ്രസ്സുകൾ, നല്ല ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സുകൾ എന്ത് ചെയ്യും? എപ്പോഴും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബോഡിനെ എന്ത് ചെയ്യും? ചൂടായിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ക്ലൈമറ്റ് കണ്ടീഷൻസിനനുസരിച്ച് നമ്മുടെ ഡ്രസ്സുകളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദെൻ ക്ലോത്ത്സ് അറ്റ് വർക്ക്. ഇനി അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ക്ലോത്ത്സ് അറ്റ് വർക്ക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഡ്രസ്സ് ചേഞ്ച് എന്താണ്? ഓരോ ജോലിക്ക് അനുസരിച്ചിട്ട് ഡ്രസ്സും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? കൃപ അതൊന്ന് വായിച്ച് കൃപ. ക്ലോത്ത്സ് അറ്റ് വർക്ക്.
Special clothes are worn by some people for work. Doctors and nurses have to remain very clean. Thus, they wear white dresses so that dirt can be seen easily. People working in factories or on machine wear overalls. This covers them from their neck to feet. A soldier wears a uniform made from tough material so that tough material, tough material. It does not tear easily. You to wear a uniform to school so that you can be Recognized as a student of the school. Okay, enough. എന്താണ് നെക്സ്റ്റ് ഓരോ ജോലിക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ എന്തുണ്ട് ഡ്രസ്സുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും കാര്യം പറഞ്ഞു അല്ലേ, ഓർമ്മയുണ്ടോ? അതായത് ഡോക്ടേഴ്സും നഴ്സസും എന്തുകൊണ്ടാണ് വൈറ്റ് ഡ്രസ് വെയർ ചെയ്യുന്നത്? സോ വൈറ്റ് കളർ ക്യാൻ ഐഡന്റിഫൈ ദ ഡേർട്ട് ഈസിലി. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡോക്ടേഴ്സും നഴ്സസും എന്താണ്, അവര് ഒരുപാട് ആൾക്കാരുമായിട്ട് ഡെയിലി അല്ലേ, പല ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാരുമായിട്ട് ഡെയിലി അവർക്ക് എന്തുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്യണം, നല്ല നീറ്റ് ആയിട്ട് വേണം അവരെപ്പോഴും ഇരിക്കാൻ വേണ്ടി അല്ലേ. സോ അതുകൊണ്ടാണ് അവർ വൈറ്റ് കളർ ഡ്രസ് യൂസ് ചെയ്യുന്നത്. സോ വൈറ്റ് കളർ ക്യാൻ ഐഡന്റിഫൈ ദ ഡേർട്ട് ഈസിലി. വെളുത്ത നിറത്തിൽ എന്തെങ്കിലും ഡേർട്ട് പറ്റുകയാണെങ്കിൽ അല്ലെ, ചെളിയോ പൊടിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഡോക്ടർമാരും നേഴ്സസും എന്ത് ചെയ്യുന്നത്, വൈറ്റ് കളർ ഡ്രസ് അവര് വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. നോക്കാം. Special clothes are worn by some people for work. Doctors and nurses have to remain very clean. അവർ എപ്പോഴും എന്ത് വേണം, നല്ല ക്ലീൻ ആയിട്ട് തന്നെ നിൽക്കണം അല്ലെ, ഡോക്ടേഴ്സും നഴ്സും. Then thus they wear white dress so that dirt can be seen easily. വെളുത്ത ഡ്രസ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഴുക്കുകൾ പെട്ടെന്ന് ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. So they wear white dress. Okay, അതുകൊണ്ടാണ് ഡോക്ടേഴ്സും നഴ്സും എന്ത് ചെയ്യുന്നത്, വെളുത്ത വസ്ത്രം ധരിക്കുന്നത്. Clear? ക്രിസ്റ്റി, കൃപ ആൻഡ് റോസ് വീഡിയോ ഓൺ ചെയ്ത 3 പേരും. Then people working in factories or on machines wear overalls. This covers them from their neck to feet. People working in factories എന്താണ്, ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരല്ലേ, നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാവും. അവരെങ്ങനെയുള്ള ഡ്രസ്സാണ് വെയർ ചെയ്യുക? They wear overalls. Overalls എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ബോഡീനെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന ഡ്രസ്സിനെയാണ് ഓവറോൾസ് എന്ന് പറയാം. കാണുമ്പോൾ ഏകദേശം നമ്മുടെ റെയിൻകോട്ട് ഒക്കെ പോലെ തന്നെയാണ്. അതായത് അവരുടെ പാന്റും ഷർട്ടും തമ്മിൽ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് അത് ഓവറോൾസ്. അത് അവരുടെ കഴുത്ത് മുതൽ എവിടെ വരെ, കാല് വരെ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. കാരണം അവര് ദിവസവും ഒരുപാട് കാര്യങ്ങളുമായിട്ടല്ലേ, മെഷീൻ, പലതരത്തിലുള്ള മെഷീനുമായിട്ടും ചിലപ്പോൾ പൊടി ഉണ്ടാവും ഫാക്ടറിയിൽ, അങ്ങനെ എന്താണ് പൊടികളോ അഴുക്കുകളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെന്താണ്, ഈ ഓവറോൾസ് ആണ് വെയർ ചെയ്യുക. അത് അവരുടെ കഴുത്ത് മുതൽ കാല് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഓവറോൾസ് വെയർ ചെയ്യുന്നു. പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് or on machines wear overalls. This covers them from their neck to feet. അതായത് നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഇതിൽ എന്താണ്, ഓവറോൾസിന്റെ പിക്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. അതായത് അവരുടെ കഴുത്ത് മുതൽ കാല് വരെ മൂടുന്ന. അതായത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുള്ള ഫിലിം, നിങ്ങൾ ഏതെങ്കിലും ഫിലിം ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് നമ്മുടെ അറബിക് കഥയൊക്കെ ഉണ്ടല്ലോ, അറബിക് കഥയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ശ്രീനിവാസന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ അതിലൊക്കെ എന്താണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് അടിയിൽ വരെ ഒരു ബ്ലൂ കളറിലാണ് മിക്കവാറും ഓവറോൾസ് നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റുക. നല്ല ബ്ലൂ കളറിലാണ്. അതായത് കഴുത്ത് തൊട്ട് കാല് വരെ കവർ ചെയ്യും. അവരുടെ ബോഡി മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് വെക്കുന്ന തരം ഡ്രസ്സുകളാണ് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇടാറ്. അപ്പൊ അവരുടെ ജോലിനെ അനുസരിച്ച് അവരുടെ ഡ്രസ്സും എന്താണ്, ചേഞ്ച് ആണ് അല്ലെ. Then a soldier wears a uniform made from tough materials so that it does not tear easily. You too, അതെന്താണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓവറോൾ ധരിക്കുന്നു. Then soldiers, സോൾജേഴ്സിനെ അറിയാലോ, നമ്മുടെ
പട്ടാളക്കാരൊക്കെ ധരിക്കുന്നത് എന്താണ്? ടഫ് മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സാണ് അല്ലെ. അവർക്ക് ചിലപ്പോ നമുക്കറിയാം അല്ലെ, സോൾജിയേഴ്സിന്റെ ഒക്കെ ലൈഫ് എന്താണ്, എപ്പോ വേണമെങ്കിലും അവർക്ക് എന്തും സംഭവിക്കാമെന്ന് പറയുന്ന രീതിയിലാണല്ലേ അവരുടെ ഒക്കെ ലൈഫ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്, നല്ല ടഫ് മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സാണ് അവര് ധരിക്കാറ്. പെട്ടെന്ന് ഒന്നും കീറിപ്പോവാത്ത, സോ ഇറ്റ് ഡസ് നോട്ട് ടിയർ ഈസി, പെട്ടെന്ന് കീറിയോ നശിച്ചോ പോവാത്ത ഡ്രസ്സുകളാണ്. അവര് രാത്രിയും പകലും ഒക്കെ എന്താണ് നമുക്ക് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. ചിലപ്പോൾ നല്ല തണുപ്പുള്ള ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം. അപ്പൊ ഈ സോൾജിയേഴ്സ് നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും അവർ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എപ്പോ വേണമെങ്കിലും അവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമ്മളൊക്കെ പുതച്ചു മൂടി കിടക്കുന്ന പോലെ അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എല്ലാത്തിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് എന്തുണ്ടാക്കുക, സോൾജിയേഴ്സിന്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടാക്കുക. അവര് പെട്ടെന്ന് കീറി നശിച്ചു പോവാത്ത തരം ടഫ് മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് സോൾജിയേഴ്സിന്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടാക്കുന്നത്. Then you to wear a uniform to school so that you can be recognized as a student of the school. എന്താണ്, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമും ധരിക്കാറുണ്ട്. അപ്പൊ യൂണിഫോം എന്തിനാണ് നമ്മൾ ധരിക്കുന്നത്? എന്തിനാണ് അശ്വിൻ നമ്മൾ യൂണിഫോം വെയർ ചെയ്യുന്നത് സ്കൂളിൽ വരുമ്പോ? എല്ലാ സ്കൂളിലും യൂണിഫോം ഉണ്ട് അല്ലെ. അത് എന്തിനാണ് നമ്മൾ ഈ യൂണിഫോം വെയർ ചെയ്യുന്നത്? നമുക്ക് കളർ ഡ്രസ് ഇട്ട് പോയാൽ പോരെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ് ഇട്ടാ പോരെ? എന്തിനാണ് നമ്മൾ ഒരു സ്കൂളിന്റെ യൂണിഫോം ഇടുന്നത്, വെയർ ചെയ്യുന്നത് എന്തിനാണ് അശ്വിൻ? അറിയാമോ? നോ, എന്താണ് അറിയാത്തത്? എന്തിനാണ് നിങ്ങൾ സ്കൂളിൽ വരുമ്പോ യൂണിഫോം ഇടുന്നത്? നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പൊ 4ാം ക്ലാസ്സിൽ എത്തി അല്ലെ, ഇത്രയും വർഷം യൂണിഫോം ഇട്ടിട്ടാണ് സ്കൂളിൽ പോയത്. എന്തിനാണ് യൂണിഫോം ഇടുന്നത് അറിയോ? എന്തായാലും സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു എന്നാ പിന്നെ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചിടുന്നതാണല്ലേ ശരി, ആണോ? എന്തിനാണ് ആദ്യത്തെ നമ്മൾ എപ്പോഴും യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നത്? അറിയുമോനെ? അറിയില്ല. നമ്മുടെ യൂണിഫോം കണ്ടാല് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ഏത് സ്കൂളിലാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. അതിനാണ് സ്കൂളിൽ യൂണിഫോം എന്താണ് കമ്പൽസറി ആക്കുന്നത്. നിങ്ങളിപ്പോ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കാനൊക്കെ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, നിങ്ങളുടെ യൂണിഫോം കാണുമ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണ്? യു ആർ എ സ്കൂൾ സ്റ്റുഡന്റ്. നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്ന് ആദ്യം മനസ്സിലാവും അല്ലേ. നിങ്ങൾ ഇപ്പൊ കളർ ഡ്രസ് ഇട്ട് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, പഠിക്കാത്ത കുട്ടികളായിരിക്കാം. കാണുന്നവർക്ക് എന്താണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ സ്കൂൾ യൂണിഫോമിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതോ ഒരു സ്കൂളിലെ സ്റ്റുഡന്റ് ആണെന്ന് ആദ്യം മനസ്സിലാവും. ദെൻ നിങ്ങളുടെ യൂണിഫോം ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നറിയാം അല്ലെ. നിങ്ങളുടെ സ്കൂൾ യൂണിഫോമിൽ എന്തുണ്ട്? ഒരു ബാഡ്ജ് ഉണ്ട് അല്ലെ. മിക്കവാറും ഇപ്പൊ എല്ലാ സ്കൂൾ യൂണിഫോമിലും എന്തുണ്ട്? ബാഡ്ജ് ഉണ്ട്. ആദ്യമൊക്കെ എന്തായിരുന്നു, സ്കൂൾ യൂണിഫോമിൽ അങ്ങനെ ബാഡ്ജ് ഒന്നും ഉണ്ടാവാറില്ല. യൂണിഫോം ഉണ്ടാവും, വൈറ്റ് ആൻഡ് ബ്ലൂ അല്ലെ. വെള്ളയും നീലയുമാണ് പണ്ടേ ഉണ്ടാവുക യൂണിഫോം എപ്പോഴും. ഇപ്പൊ യൂണിഫോമിന്റെ കളർ ഒക്കെ ചേഞ്ച് ആയി. then അതിൽ എന്തുണ്ട്? ഒരു ബാഡ്ജും ഉണ്ട്. അതിൽ എന്തുണ്ട്? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും അല്ലെ, പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു സ്കൂൾ കുട്ടിയാണ് ആൻഡ് നിങ്ങൾ ഏതോ ഒരു സ്കൂളിൽ പഠിക്കുന്ന ആളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. then ഇപ്പൊ നമുക്ക് നമ്മുടെ ട്രൂ ലൈറ്റ് സ്കൂളിലെ യൂണിഫോം എന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ഇവിടുന്ന് യൂണിഫോം ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലേസിൽ പോവുകയാണ്, പാടിച്ചാലോ ചെറുപുഴയോ ഒക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോ ഈ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏത് സ്കൂളിലാണ്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ പറയാം അതാ ട്രൂ ലൈറ്റ് സ്കൂളിലെ കുട്ടിയാണ് എന്ന് പറയും അല്ലെ. നിങ്ങൾ ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡന്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് സ്കൂൾ സ്റ്റുഡൻസിന് എന്തുള്ളത്? യൂണിഫോം ഉള്ളത്. അതുപോലെ എല്ലാ മേഖലയിലും യൂണിഫോം അല്ലെ. പോലീസുകാർക്ക് എന്തുണ്ട്? യൂണിഫോം ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു പോലീസ്മാൻ ആണ് അല്ലെ. അവര് നേരെ മറിച്ച് മറ്റൊരു വേറെ എന്തെങ്കിലും കളർ ഡ്രസ് ഇട്ടിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് പോലീസാണോ, പട്ടാളക്കാരനാണോ, ഡോക്ടറാണോ, എന്താണ് നമുക്കൊന്നും അറിയില്ല അല്ലെ. പക്ഷെ യൂണിഫോമിലാണെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. സോ അതിനാണ് നമ്മൾ യൂണിഫോം വെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ജോലിക്ക് അനുസരിച്ച് എന്തും ഉണ്ടാകും, യൂണിഫോം അവരുടെ ഡ്രസ്സിലും ചേഞ്ച് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? സോൾജിയേഴ്സ് നല്ല ടഫ് മെറ്റീരിയൽ കൊണ്ടാണ് ഡ്രസ്സ് വെയർ ചെയ്യാറ്.
then അവരുടെ ഡ്രസ്സ് പെട്ടെന്ന് നശിച്ചു പോവാത്ത തരത്തിലായിരിക്കും ഉണ്ടാവുക. Then doctors-ഉം nurses-ഉം white dress ആണ് യൂസ് ചെയ്യുക. So white can identify the dirt easily. പെട്ടെന്ന് ചെളിയും മണ്ണും ഒക്കെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി എന്ത് പറ്റും? വൈറ്റ് കളർ ഡ്രസ്സിൽ നിന്ന് പറ്റും. Then വേറെ എന്താണ്? സ്കൂൾസ് ഓവറോൾസ്, ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഓവറോൾസ് ആണ് വെയർ ചെയ്യുക. അവരുടെ നെക്ക് മുതൽ കാല് വരെ എന്ത് കവർ ചെയ്തിട്ടുള്ളതിനെയാണ് ഓവറോൾസ് എന്ന് പറയുക. അപ്പൊ അവര് അങ്ങനത്തെ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. Then നാഷണൽ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ നേഷന് എന്താണ് ചില പെർട്ടിക്കുലർ ഡ്രസ് ഉണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നേഷൻ മാത്രമല്ല, എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും എല്ലാ പ്ലേസിലും എന്തുണ്ട്? ഒരു നാഷണൽ ആയിട്ടുള്ള അല്ലെ. നമുക്ക് നാഷണൽ ബേർഡ് ഉണ്ട് അല്ലെ. നമുക്ക് നാഷണൽ ബേർഡ് ഉണ്ട്, നാഷണൽ ആനിമൽ ഉണ്ട്, നാഷണൽ ട്രീ ഉണ്ട്, നാഷണൽ ഫ്രൂട്ട് ഉണ്ട്, നാഷണൽ ഫ്ലാഗ് ഉണ്ട്, ഒക്കെ ഇല്ലേ? നമുക്കുണ്ടല്ലേ, നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുപോലെ മറ്റുള്ള പ്ലേസിനും എന്തുണ്ട്? അവരുടെ നാഷണലി ഓരോരോ ഡ്രസ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ നാഷണൽ ഡ്രസ്സ് ഉണ്ട്, നാഷണൽ ബേർഡ് ഉണ്ട്. അങ്ങനെ എല്ലാ കൺട്രിക്കും അവരുടേതായിട്ടുള്ള പെർട്ടിക്കുലർ ഏരിയയിൽ ഓരോന്ന് ഉണ്ടാകും. അപ്പൊ നമുക്ക് നാഷണൽ ബേർഡ് ഉണ്ട് അല്ലേ? ഏതാണ് നമ്മുടെ നാഷണൽ ബേർഡ്? Which is the national bird of India? Okay, Alna, peacock. And which is the national animal of India? National animal. Alna ഏതാണ് പറഞ്ഞ മോളെ? ടൈഗർ. തൊട്ട് നേരത്തെ ടൈഗർ ആണോ പറഞ്ഞത്? ആണോ? അല്ലല്ലോ. Then tiger. Okay, tiger ആണ്. Then നമ്മുടെ നാഷണൽ ട്രീ ഏതാണ്? Which is the national tree? ഏതാണ്? ആരോ? ബനിയൻ ട്രീ. ബനിയൻ ട്രീ, ആൽമരം. കേട്ടോ ശ്രീദേവ്? ബനിയൻ ട്രീ ആണ്. ശ്രീദേവിനെ അറിയില്ലായിരുന്നു അല്ലേ? ബനിയൻ ട്രീ ആണ്. Then which is the national flower of India? Yes, അതാണ് അൽന. Yes, ഏതാണ് ഷെഫി? ലോട്ടസ്. Okay, അതെ, ലോട്ടസ് ആണ്. Then which is the national fruit? National fruit ഏതാണ്? ദേവാഞ്ജന പറയുന്നുണ്ട്, അൽന പറയുന്നുണ്ട്, ഓക്കെ, അശ്വിൻ പറയുന്നുണ്ട് മാംഗോ ആണ്. മാംഗോ ആണ്. അപ്പൊ നമ്മുടെ നേഷൻ എന്തുണ്ട്? ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് നമ്മുടെ ഡ്രസ്സും അല്ലെ. നമുക്ക് ഓരോ നാഷണൽ ഡ്രസ്സ് നമുക്ക് മാത്രമല്ല എല്ലാ പ്ലേസിലും അങ്ങനെയാണ്. അതൊന്ന് വായിച്ചോളൂ ഷെഫി. നാഷണൽ ഡ്രസ്. National dress. People in different countries wear different types of clothes. Some of these clothes have become natural dress. The natural dress of an Indian woman is a sari, and that of a Japanese woman is a kimono. Okay. അതായത് ഓരോ പ്ലേസിനും എന്തുണ്ട്? ഓരോ കൺട്രിയിലും എന്തുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് അവര് വെയർ ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ അതേ ഡ്രസ്സ് തന്നെയാണോ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ കാണാൻ പറ്റുക? അല്ല അല്ലെ. ഡിഫറെന്റ് ആണ് അവരുടെ ഡ്രസ്സിംഗ് സെൻസ്. Then people in different countries wear different types of clothes. പല നാട്ടിലുള്ള ആൾക്കാര് പലതരം ഡ്രസ്സുകളാണ് ഇടുക അല്ലെ. ഇവിടെ നമ്മള് കൂടുതലായിട്ടും ഡിഫറെന്റ് കൺട്രിയിൽ മാത്രമല്ല അല്ലെ, നമ്മുടെ മറ്റൊരു ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ പോയാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പോയാൽ തന്നെ ചിലപ്പോൾ എന്തുണ്ട്? ഡ്രസ്സിങ്ങിൽ മാറ്റമുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ മിക്കവാറും എന്താണ്? നമ്മള് സാരി, ചുരിദാർ, അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള അല്ലെ. ബോയ്സ് ആണെങ്കിൽ പാന്റ്, ഷർട്ട്, ധോത്തി, ഷർട്ട്, ഇത്രയുമാണ് നമ്മുടെ ഐറ്റംസ് അല്ലെ.
നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ചുരിദാർ, ടോപ്പ് അല്ലെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇടാറ് അല്ലെ. ചുരിദാർ ഇടും, സാരി ഉടുക്കും, അല്ലെങ്കിൽ ജീൻസ് ടോപ്പ്, അങ്ങനെയുള്ള ഐറ്റം ആണ് അല്ലെ. അല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വല്ലാതെ നോക്കും അല്ലെ. എന്ത് ഡ്രസ്സാണ് ഇത്, ഇവരെവിടുന്ന ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കും. ചിലപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയും അല്ലെ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത് വന്ന ഒരു രീതിയിൽ നിന്ന് മാറി വരുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് അല്ലേ, ഇത് എന്ത് തരം ഡ്രസ്സാണ് എന്ന്. നമ്മൾ ചില ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് സാധാരണയായിട്ട് നമ്മുടെ പ്രായമുള്ള അമ്മമ്മമാരൊക്കെ എന്താണ് സാധാരണയായിട്ട് അവര് സാരിയൊക്കെയാണ് ഉടുക്കുക അല്ലെ. പുറത്ത് പോകുമ്പോൾ സാരി, അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പലതരം ഡ്രസ്സുകൾ ഇടും. ദെൻ നല്ല പ്രായമുള്ള ഒരാളെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് വരികയാണെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് നോക്കില്ലേ, ഇതെന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ വിചാരിക്കില്ലേ? നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ? നോ. അപ്പൊ ഓരോ സ്ഥലത്തും എന്തുണ്ട്, ചിലപ്പോൾ നമ്മൾ മറ്റു ജില്ലയിൽ പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ജില്ലയിൽ പോകണമെന്നില്ല, ജില്ലയിൽ നിന്നല്ല മറ്റു സ്റ്റേറ്റിലായാലും ചിലപ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ അതിനെ ഒന്നും പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ. അപ്പൊ നമ്മുടെ നാഷണൽ ഡ്രസ് എന്താണ്? സാരിയാണ് അല്ലെ. സാരിയാണ് നമ്മുടെ നാഷണൽ ഡ്രസ്. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഡ്രസ് സാരിയാണ്. അപ്പൊ സാരി, ചുരിദാർ, ഇങ്ങനത്തെ ഡ്രസ്സിനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ അവരുടെ നാഷണൽ ഡ്രസ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഡ്രസ് സാരിയാണ്. ജാപ്പനീസ് വുമന്റെ എന്ത് നാഷണൽ ഡ്രസ് കിമോണോ ആണ്. അവിടെ മുകളിൽ നോക്കുക, കിമോണോന്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതാണ് കിമോണോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കിമോണോ ഇട്ട് നടന്നാല് എന്താണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? നോ, നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. നമ്മൾ പറയും എന്ത് ഡ്രസ്സാണെന്ന് പറയില്ലേ. പക്ഷെ നമ്മുടെ നാഷണൽ ഡ്രസ് പോലെ ജാപ്പനീസിലെ ജപ്പാൻകാരുടെ നാഷണൽ ഡ്രസ്സാണ് അത്, കിമോണോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓക്കെ, അപ്പൊ ഓരോ കൺട്രിക്കും എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള നാഷണൽ ഡ്രസ്സുകളും രീതികളും ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ഡ്രസ് ഈസ് സാരി ആൻഡ് ജാപ്പനീസ് ഈസ് കിമോണോ. ഓക്കെ, അതിൽ അത്രേ പറയുന്നുള്ളൂ. എന്താണ്, ഓരോ കൺട്രിയിലും ഓരോരോ ഡ്രസ്സിംഗ് സെൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഡ്രസ് ഈസ് സാരി ആൻഡ് ജാപ്പനീസ് നാഷണൽ ഡ്രസ് ഈസ് കിമോണോ. ക്ലിയർ? നമ്മുടെ നാഷണൽ ഡ്രസ് സാരിയാണ്. എന്താണ്, ജാപ്പനീസിൽ എന്താണ്, കിമോണോ ആണ് യൂസ് ചെയ്യാറ്. കിമോണോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവരുടെ ആ ഡ്രസ്സിന്റെ പേരാണ്. ഇപ്പൊ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, പല പേരുകളിൽ പല ഡ്രസ്സുകൾ അറിയപ്പെടുന്നുണ്ട്. ദെൻ അതുപോലെ അവരുടെ നാഷണൽ ഡ്രസ്സിന്റെ പേരാണ് കിമോണോ. ഫൈൻ, അത്രയേ ഉള്ളൂ. ദെൻ കെയർ ആൻഡ് സ്റ്റോറേജ് ഓഫ് ക്ലോത്ത്സ്. ഹൗ ടു കെയർ ആൻഡ് ഹൗ ടു സ്റ്റോർ അവർ ക്ലോത്ത്സ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് കെയർ ചെയ്യുക അല്ലെ. ഡ്രസ്സുകൾ എപ്പോഴും നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളമാണ് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുക അല്ലെ. നമ്മൾ ആവശ്യമില്ലാതെ എന്താണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ നല്ല വെയിലത്തൊക്കെ ഇട്ട് നല്ലപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഡ്രസ്സുകൾ പെട്ടെന്ന് നശിച്ചു പോകും അല്ലെ. ചില ഡ്രസ്സുകൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. നമ്മൾ തന്നെ ആലോചിക്കും, പുതിയ ഡ്രസ്സാണ് പക്ഷെ ഇതെന്താണ് ഇങ്ങനെ പറ്റിയത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ അതുപോലെ നന്നായിട്ട് എന്ത് ചെയ്യണം, കെയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്തപ്പോഴാണ് ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവുക ഒക്കെ കണ്ടിട്ടില്ലേ. നല്ല വെയിലത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ എന്താണ് ഉണക്കി എടുക്കാനൊക്കെ നോക്കുമ്പോഴാണ് കളറൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും അറിയണം അല്ലേ. നമ്മൾ ഡ്രസ്സ് മാത്രം വാങ്ങിച്ചാൽ പോരാ, അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദെൻ ഹിയർ ഈസ് ഹൗ ടു കെയർ ആൻഡ് സ്റ്റോറേജ് അവർ ഡ്രസ്. ലിസൺ, we should take care of our clothes so that they look better and last longer. We should wash and iron them regularly. Clothes of different materials should be handled differently. എന്താണ്, we should care of our clothes so that they look better and last longer. നമ്മൾ എത്രത്തോളം നമ്മുടെ ഡ്രസ്സുകളെ കെയർ ചെയ്യുന്നു അത്രത്തോളം അത് കാണാനും ഭംഗിയുണ്ടാവും, കുറെ കാലം നിൽക്കുകയും ചെയ്യും അല്ലെ. നമ്മൾ എത്രത്തോളം അതിനെ എങ്ങനെ നമ്മൾ അതിന് നല്ല കെയർ കൊടുക്കുന്നു അങ്ങനെയാണ് ആ ഡ്രസ്സുകൾ എന്ത് ചെയ്യാം, അത് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. ദെൻ വി ഷുഡ് വാഷ് ആൻഡ് അയൺ ദം റെഗുലർലി. നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അലക്കി അയൺ ചെയ്ത് നീറ്റ് ആക്കി വെക്കണം അല്ലെ. അല്ലാതെ അലക്കാതെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് വെച്ചു ദെൻ അവിടുന്ന് പിന്നെ എടുത്ത് ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സുകളിൽ നശിച്ചു പോകും.
അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടി. Then clothes of different materials should be handled differently. പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ട് അല്ലെ, ഡ്രസ് മെറ്റീരിയൽസ്. ചിലപ്പോൾ വൂളൻ ആയിരിക്കാം, നൈലോൺ, ഷിഫോൺ, പോളിസ്റ്റർ, കോട്ടൺ, അങ്ങനെ പലതരം സിൽക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ മെറ്റീരിയലിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ഡ്രസ്സിനെ അതുപോലെ കെയർ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ കോട്ടൺ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയൺ ബോക്സ് നല്ല ഹൈ മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ അയൺ ചെയ്യുക. കാരണം കോട്ടൺ ഡ്രസ്സുകളൊക്കെ അതെപ്പോഴും ഒരു റിങ്കിൾ ആണ് അല്ലെ, എപ്പോഴും ചുളിഞ്ഞു കിടക്കും കോട്ടൺ ഡ്രസ്സ്. അപ്പൊ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്താൽ മാത്രമേ നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം കോട്ടൺ ഡ്രസ്സ് അയൺ ചെയ്യാൻ. അതുപോലെ നമ്മൾ ഒരു പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോണോ ഷിഫോണിനോ നല്ല ചൂടുള്ള അയൺ ബോക്സ് കൊണ്ടുവച്ചാൽ എന്താവും, ഡ്രസ്സ് കത്തിപ്പോവും അല്ലെ. അതിന് നല്ല ചൂട് താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോ ഡ്രസ്സും അതിനനുസരിച്ച് വേണം കെയർ ചെയ്യാൻ വേണ്ടി. നമ്മുടെ നല്ല വില കൂടിയ അല്ലെങ്കിൽ നല്ല ഒരുപാട് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഏതെങ്കിലും ഡ്രസ്സ് നമ്മൾ നന്നായിട്ട് ബക്കറ്റിലിട്ട് അലക്കുന്ന കല്ലിന്റെ മുകളിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നനക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡ്രസ്സ് പൊട്ടയായി പോകും അല്ലെ, പെട്ടെന്ന് മോശമായി പോകും അത്. ദെൻ അതുകൊണ്ട് ഓരോ ഡ്രസ്സും എങ്ങനെയാണ് എന്ന് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ, കെയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ കെയർ ആൻഡ് സ്റ്റോറേജ് ഓഫ് ക്ലോത്ത്സ് നോക്കാം. കോട്ടൺ ക്ലോത്ത്സ് ഷുഡ് ബി വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. They should be squeezed, stretched and dried properly and then iron. എന്ത് ചെയ്യണം, കോട്ടൺ ഡ്രസ്സുകൾ വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. They should be squeezed, stretched and dried. അത് നന്നായി വലിച്ച് ഉണങ്ങി നല്ല നീറ്റ് ആയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അയൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. കോട്ടൺ ഡ്രസ്സിൽ പെട്ടെന്നൊന്നും അത് ഡ്രൈ ആയി കിട്ടില്ല. നന്നായിട്ട് അതിന് എന്ത് വേണം, വെള്ളം നന്നായിട്ട് പോകാൻ കുറച്ച് താമസമുണ്ട് അല്ലെ. മറ്റു ഡ്രസ്സുകളെ പോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാറില്ല. സോ നമുക്ക് ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞാല് നമ്മുടെ ഈ ചാപ്റ്റർ ക്ലോസ് ആവും. ദെൻ ഇത് നമുക്ക് ഇപ്പൊ എടുത്ത് തീർക്കാൻ പറ്റില്ല, കുറച്ചധികം ഉണ്ട്. നമ്മുടെ ടൈം ഇംഗ്ലീഷും കഴിയാറായി. അപ്പൊ ഇത് എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായി വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ ആക്ടിവിറ്റീസും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ദെൻ അതിനു മുമ്പേ ഉള്ള പോർഷൻസും നന്നായിട്ട് വായിക്കണം, അതിനു മുമ്പേ നമ്മൾ എടുത്ത കാര്യങ്ങൾ. ദെൻ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ ആക്ടിവിറ്റീസും ഈ പോർഷൻ കംപ്ലീറ്റും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം എന്ന് തോന്നുന്നു. ഇനി കുറച്ചുണ്ട്, പക്ഷെ ഇന്ന് എടുത്താൽ തീരില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ദെൻ നമ്മുടെ പോർഷന്റെ എന്താണ് മോളെ കൃപ? ആൻഡ് ക്ലോത്ത്സ് വി വെയർ അല്ലെ, നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ദെൻ ആദിദേവ് ആ പോർഷന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു മോനെ. Long ago cavemen used animal skin. Long ago cavemen used animal skin, liver and the bark of trees to cover their bodies. They learned the art of weaving and started making cloth. Cloth protect you from hot, cold, rain, dust and insect bite. Clothes should be clean and comfortable. Dirty clothes smell, breed germs and cases skin diseases. Socks and shoes protect our feet from germs, dust, cold and heat and cut and blister or shoes should fit well and be
comfortable. We should not wear wet socks or shoes. ഓക്കെ ഇനഫ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഭാഗം അതാണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്താണ് ഡ്രസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം കേവ്മാൻ ഒന്നും ഡ്രസ്സ് ധരിക്കാറില്ലായിരുന്നു അല്ലെ. കേവ്മാൻ എന്താണ്? ഗുഹയിൽ താമസിക്കുന്ന ആൾക്കാർ. ആദ്യം ആൾക്കാർ ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് ഡ്രസ്സ് ധരിക്കാനോ ഡ്രസ്സ് ഉണ്ടാക്കാനോ അറിയില്ല. ദെൻ അവർ വേവിങ്ങും പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഡ്രസ്സ് ഉണ്ടാക്കുക, നെയ്ത്തൊക്കെ പഠിച്ചു, ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്സ്. മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്സ്. ആരോൺ അതൊന്ന് വായിച്ചേ ആരോൺ. Materials used to make clothes. Clothes can be made from natural or synthetic fabrics. Then next, natural fabrics. Natural fabrics. Natural fabrics are obtained from plants and animals. Plants give use cotton, jute, and linen. Animals give use wool, silk, fur, and leather. Okay. Then next, synthetic fabrics. Synthetic fabrics. Synthetic fabrics are not found in nature. They are made by human beings and are called man-made fabrics. Examples of synthetic fabrics are nylon, rayon, and polyester. These are stretchable, waterproof, and wrinkle-free. They dry quickly. However, synthetic fabrics are not porous. Non-porous. Okay. Not porous. Okay. Then Sridev, next, climate and clouds. We wear clothes according to the prevailing weather condition. During summer, we wear light colored cotton cloaks. Such cloaks allow air to circulate freely and help the heat of the body to escape. White cotton cloaks reflect heat. It also absorbs heat and thus prevent skin irritation. Okay, enough. Okay. Sridev. Okay. Then Anne Rose. ബാക്കി വായിച്ചു മോളെ. എന്താണ് മോളെ ആൻ? വായിച്ചു മോളെ ആൻ. നീ നോക്കി ദേവാഞ്ജന അതിന്റെ ബാക്കി വായിച്ചു മോളെ ദേവാഞ്ജന. During the rainy season, we use raincoats, umbrellas, and gumboots. They keep us dry when out in the rain. In winter, we wear thick and dark colored clothes made of wool, fur, or leather. These clothes prevent our body heat from escaping. Dark colored clothes absorb heat and keep the body warm. ഓക്കെ. അപ്പോ ബാക്കിയുള്ളത് എന്താണ്? ക്ലോത്ത് സെറ്റ് വർക്ക് കൂടി ഉണ്ട് അല്ലേ? ഞാൻ പെട്ടെന്ന് അത് ആരെങ്കിലും ഒരാൾ വായിച്ചേ. ഓക്കെ കൃപ. പെട്ടെന്ന്. Special clothes are worn by some people for work. Doctors and nurses have to remain very clean. Thus, they wear white
dresses so that dirty can be seen easily. People working in factories or on machines wear overalls. This covers them from their neck to feet. A soldier wears a uniform made from tough material so that it does not tear easily. You too wear a uniform to school so that you can be recognized as a recognized student. as a student of the school. Recognize ആണ് ട്ടോ. Identify എന്നാണ് meaning. Then ഷെഫി ബാക്കി ഒന്ന് പെട്ടെന്ന് വായിച്ച മോളെ. നാഷണൽ ഡ്രസ് ചിലപ്പോ ഇപ്പൊ കട്ടാവും കേട്ടോ മോളെ. പെട്ടെന്ന്. Okay. National dress. People in different countries wear different types of clothes. Some of these clothes